2 ദിനവൃത്താന്തം 12-ാം അധ്യായം. എന്നാൽ രെഹബെയാമിന്റെ രാജ്യത്വം ഉറച്ച് അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. അവർ യഹോവയോട് ദ്രോഹം ചെയ്തുകൊണ്ട് രെഹബെയാം രാജാവിന്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശക് 1200 രഥങ്ങളോടും 60,000 കുതിരച്ചേവകരോടും കൂടെ യെരുശലേമിന്റെ നേരെ വന്നു. അവനോടുകൂടെ മിസ്രയീമിൽ നിന്ന് വന്നിരുന്ന ലൂബ്യർ, സുക്യർ, കൂശ്യർ എന്നിങ്ങനെയുള്ള പടജനം അസംഖ്യമായിരുന്നു. അവൻ യഹൂദായോട് ചേർന്ന ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിച്ചു യെരുശലേം വരെയും വന്നു. അപ്പോൾ ശെമയ്യ പ്രവാചകൻ രെഹബെയാമിന്റെയും ശീശക് നിമിത്തം യെരുശലേമിൽ കൂടിയിരുന്ന യഹൂദ പ്രഭുക്കന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ ശീശക്കിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു. അവർ തങ്ങളെ തന്നെ താഴ്ത്തി എന്ന് യഹോവ കണ്ടപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശെമയ്യാവിനുണ്ടായതെന്തെന്നാൽ, അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കയാൽ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരുവിധം രക്ഷ നൽകും. എന്റെ കോപം ശീശക് മുഖാന്തരം യെരുശലേമിന്മേൽ ചൊരികയുമില്ല. എങ്കിലും അവർ എന്റെ സേവയും അന്യദേശങ്ങളിലെ രാജത്വത്തിന്റെ സേവയും തിരിച്ചറിയേണ്ടതിന് അവർ അവന് അധീനന്മാരായി തീരും. ഇങ്ങനെ മിസ്രയീം രാജാവായ ശീശക് യെരുശലേമിന്റെ നേരെ വന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അപഹരിച്ച് ആ സകലം എടുത്തുകൊണ്ടുപോയി. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും അവൻ എടുത്തുകൊണ്ടുപോയി. അവയ്ക്ക് പകരം രെഹബെയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ കൊണ്ടുവന്ന് പിടിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും. അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി. യഹൂദായിൽ ഏതാനും നന്മയുണ്ടായിരുന്നു. ഇങ്ങനെ രെഹബെയാം രാജാവ് യെരുശലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു. വാഴ്ച തുടങ്ങിയപ്പോൾ രെഹബെയാമിന് 41 വയസ്സായിരുന്നു. യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നഗരമായ യെരുശലേമിൽ അവൻ 17 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് നയമ എന്ന് പേർ. അവൾ അമ്മോന്യ സ്ത്രീ ആയിരുന്നു. യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വെക്കാഞ്ഞതിനാൽ അവൻ ദോഷം ചെയ്തു. രെഹബെയാമിന്റെ വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ശെമയ്യ പ്രവാചകന്റെയും ഇദ്ദോ ദർശകന്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ. രെഹബെയാമിനും യൊരോബെയാമിനും തമ്മിൽ എല്ലാ കാലത്തും യുദ്ധമുണ്ടായിരുന്നു. രെഹബെയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അബീയാവ് അവന് പകരം രാജാവായി.